ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും അധികം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും അധികം മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം സോൺ 2 ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത്. ഇനി അവിടെ മാത്രമാണ് ഏറ്റവും അധികം തിരയാനുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും ഏകദേശം മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ആ ഭാഗത്തെ മുഴുവനായിട്ടുള്ള മണ്ണും നീക്കം ചെയ്യും എന്നുള്ളതാണ് ഇന്നലെ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അവരുടെ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ. വളരെ വികാരഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇവിടെ അവരുടെ കുടുംബമൊക്കെ വന്നപ്പോൾ നമ്മൾ നേരിൽ കണ്ടിട്ടുള്ളത്. അപ്പം ഇന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. മറ്റൊന്ന് ജിൽസി സൂചിപ്പിച്ചതുപോലെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളാണ്. 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ പ്രദേശത്തെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെയുള്ള കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. 42 കുടുംബങ്ങളാണ് വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത്. അവരൊക്കെ തന്നെ ഇനി എന്ന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക ഇപ്പോഴും അവർക്കുണ്ട്. കാരണം ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണ്. ഇനി മഴ മുന്നറിയിപ്പ് അടുത്ത 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് വയനാട്ടിൽ ഇല്ല. എന്നിരുന്നാലും ഇനി മഴ ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ബാക്കിയുള്ള മണ്ണ് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്തരത്തിൽ ആശങ്കയില്ലാതെ ഇവിടെ കഴിയും എന്നുള്ള ഒരു ചോദ്യം ആ കുടുംബങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തെ പൂർണ്ണമായിട്ടുള്ള ആശങ്ക ഒഴിവായാൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് സുരക്ഷിതമായി മാറാൻ കഴിയുകയുള്ളൂ. വയനാട്ടിലെ ഒരു മഴയുടെ സാഹചര്യം നമുക്കറിയാം. ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴ നിൽക്കാതെ പെയ്യുന്ന ഒരു സാഹചര്യമുള്ള ഒരു നാടാണ് വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വീണ്ടും ഇനി കനത്തിലുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. മറ്റൊരു കാര്യം, ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച അന്വേഷണ സമിതിയാണ്. ആ സമിതി വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പഠനം നടത്തി പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടർ എഞ്ചിനീയർ ഡോക്ടർ ജൂഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ചിട്ടുള്ളത്. അവരിവിടെ എത്തി ഇവിടുത്തെ പരിശോധന നടത്തി പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അതിനുശേഷം ഈ ബാക്കിയുള്ള മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ആശുപത്രിയിൽ കഴിയുന്നവരുടെ കാര്യമാണ്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എല്ലാവർക്കും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ജിൽസി.